പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പുതിയ സംഭവമാണ് ഡിഷ് വാഷർ. അത്ര ഫ്രണ്ട്ലി പ്രചാരത്തിലായി വരുന്നേ ഉള്ളൂ കേരളത്തിൽ. പക്ഷെ എന്നാലും അതിപ്പോൾ പോപ്പുലറായിട്ട് വരുന്നുണ്ട്. കാരണം അത് ഉപയോഗിച്ചവർക്ക് അറിയാം അതിൻ്റെ ഗുണം. അപ്പോൾ നമ്മളെപ്പോഴും കിച്ചണിൽ എന്താ വെച്ചാൽ ഡിഷ് വാഷറിന് ഒരു സ്ഥലം കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കിച്ചൺ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഷെൽഫുകൾ കൊടുക്കില്ലേ, അതേപോലെ ഒരു ഡിഷ് വാഷറിനുള്ള ഒരു സ്പേസും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ എവിടെ അത് വെക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് അതിനുള്ള സ്ഥലം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അവിടെയും ഇതേപോലെ തന്നെ 2 കാറ്റഗറി വരുന്നുണ്ട്. ഒന്ന് ഇൻബിൽറ്റ് എന്ന് പറഞ്ഞിട്ടും, അല്ലെങ്കിൽ ഫ്രീ സ്റ്റാൻഡിങ് എന്നുള്ള രീതിയിൽ വാഷിംഗ് മെഷീനൊക്കെ പോലെ വെക്കുന്ന രീതിയിൽ അതേപോലെ വെക്കാവുന്ന രീതിയിലുള്ള മോഡലും ഉണ്ട്. അപ്പോൾ അതിലും നമ്മൾ അത് ഏത് വേണം എന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻബിൽറ്റിൻ്റെ എല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം വില കൂടുതലായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം മതി. മറ്റതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ഥലം കുറവേ കൊടുക്കുള്ളൂ, പക്ഷെ വില കൂടും. അപ്പോൾ നമ്മളതിൽ ഏതാണോ നമുക്ക് അതിനകത്ത് അഫോർഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മളത് സെലക്ട് ചെയ്യാൻ. അപ്പം നമ്മൾ ഇൻബിൽറ്റിന് സ്ഥലം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇൻബിൽറ്റ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പിന്നെ നമുക്ക് ഫ്രീ സ്റ്റാൻഡിങ് മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഒരു മെഷർമെൻറ്റും ഇതിൻ്റെ ഒരു മെഷർമെൻറ്റും വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബോക്സിലേക്ക് ഇത് വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വിട്ട സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അത് തന്നെ വെക്കണം. പിന്നെ സ്വാഭാവികമായിട്ടും അത് വില കൂടിയതായതുകൊണ്ട് ആ വില കൂടിയ സാധനം വാങ്ങി വെക്കാൻ നമ്മൾ നിർബന്ധിതരാകും. ഫ്രീ സ്റ്റാൻഡിങ് ആകുമ്പോൾ നമുക്ക് എവിടെയും വെക്കാമെങ്കിലും ഇൻബിൽറ്റിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ സിങ്കിന്റെ അടുത്ത് തന്നെ ഇൻബിൽറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രങ്ങളൊക്കെ എടുത്ത് അതിൽ വെക്കാനൊക്കെ സുഖമായിരിക്കും. ഇപ്പൊ ഫ്രീ സ്റ്റാൻഡിങ് ആകുമ്പോൾ നമ്മൾ ഇത്തിരി മാറി എവിടെയാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രം അതുവരെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെക്കണം. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് പൊസിഷനിങ്, അതായത് കിച്ചണിൽ പൊസിഷനിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.